നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, സുപ്രീം കോടതിയിൽ ഇന്നലെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട്? സുപ്രീം കോടതി വീണ്ടും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടംഗ ബെഞ്ചല്ലേ ഇപ്പോഴത്തത്? സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത് രണ്ട് പേര്. ഹൈക്കോടതിയാണെങ്കിൽ സിംഗിൾ ബെഞ്ച് ഒരാളാണെങ്കിൽ സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ച് എന്ന് രണ്ടുപേരാണ്. അപ്പം സുപ്രീം കോടതിയിലെ ഏറ്റവും താഴ്ന്ന ബെഞ്ചാണ്. അതെ, നേരത്തെ 5 പേരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണല്ലോ തീരുമാനമെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് എത്രത്തോളം ശുഭകരമാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. സത്യത്തിൽ പുതിയ നീക്കം അവർ പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതിയുടെ ഈ ബെഞ്ചിൽ എന്തായിരുന്നു വന്നിരിക്കുന്നത്? അതായത് മുല്ലപ്പെരിയാർ വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കുന്നതാണ് അല്ലേ? അതെ അതെ. പക്ഷേ അത് വീണ്ടും പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതെങ്ങനെയെന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. 5 അംഗ ബെഞ്ച് നേരത്തെ തീരുമാനം എടുത്തത് ഇനി അങ്ങോട്ട് പരിഗണിക്കുക എന്നുള്ളത് എത്ര എളുപ്പമാകുമോ എന്നുള്ളതാണ്. ഈ സുപ്രീം കോടതി വാർത്തകളും ഹൈക്കോടതി വാർത്തകളും ഒക്കെ ആര് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ മാതൃഭൂമിയിൽ ഇപ്പോൾ ഒരു കോടതി റിപ്പോർട്ടറുണ്ട്, ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്താൽ അത് കറക്റ്റാണ്. ഞാനിപ്പം നേരത്തെ അദ്ദേഹം റിപ്പോർട്ടറിലായിരുന്നു. ഞാൻ ഈ സുപ്രീം കോടതി വാർത്തകൾ വന്നാൽ ഞാൻ ബാലഗോപാൽ റിപ്പോർട്ട്, പക്ഷേ ഇന്നലെ മാതൃഭൂമി ഞാൻ കണ്ടില്ല. ഇന്നത്തെ മാതൃഭൂമി ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ ബാലഗോപാൽ അവധിയായിരുന്നിരിക്കാം, റിപ്പോർട്ടില്ല. അതുകൊണ്ട് മറ്റു വാർത്തകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വിചിത്രമായൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വീണ്ടും പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് എന്താണ്, 7 അംഗ ബെഞ്ചായിരിക്കും പരിഗണിക്കുന്നത്. അതാണ് പ്രസക്തമായ ചോദ്യം. ഇത് സാധാരണ സുപ്രീം കോടതി ബെഞ്ച് ഈ പരാമർശ വിഷയങ്ങളെ പരിഗണിക്കുന്ന വാർത്ത എത്രമാത്രം വിശ്വസിക്കാൻ എങ്ങനെ പരിഗണിക്കാൻ പറ്റും? അതായത് ഈ കോൺട്രാക്റ്റ് സുതാര്യമാണോ അല്ലയോ എന്നതിനെക്കുറിച്ചുള്ള 5 അംഗ ഫുൾ ബെഞ്ച് വിധി തീരുമാനം വന്നതിന് ശേഷം വീണ്ടും എങ്ങനെ പരിഗണിക്കാൻ പറ്റും? അതിൻ്റെ സാഹചര്യം എന്താണ്? ഈ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന കേസ് എന്താണ്? കേരളം പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയെ അവരെ ചുമതലപ്പെടുത്തി. സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് കൊടുത്തു, കേരളം പാട്ടഭൂമിക്ക് പുറത്താണ്. അതോടെ പ്രശ്നം തീർന്നു. അപ്പോൾ കേരളത്തിന് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കാം. കോടതി അതാണ് വിധി പറയേണ്ടത്. ആ വിധി പറയേണ്ട കോടതി അത് മാറ്റിവെച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കോടതി അങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സാധ്യതയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം. ഈ 5 അംഗ ബെഞ്ച് ഒരു പൂർണ്ണമായ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതെന്താണ് ചെയ്യാൻ പോകുന്ന ഒരു പിടി കിട്ടുന്നില്ല. എനിക്കറിയില്ല. പക്ഷേ സുപ്രീം കോടതി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇപ്പോൾ പരിഗണിച്ചു എന്ന് പറയുന്നത് അഭിനന്ദനം. എന്തർത്ഥത്തിലാണെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കോടതി 2014 സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായി വിധിച്ചത്. ഈ 142 അടിയായിട്ട് ഉയർത്തിയത് കൃത്യം 10 വർഷം കഴിഞ്ഞു. അതെ, ആ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം. 2019 മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ ഉണ്ടായത്. 3.5 ചെറിയ ട്രമേഴ്സാണെന്നാണ് അന്ന് പറഞ്ഞത്. എങ്കിലും പക്ഷേ തുടർച്ചയായി ഭൂകമ്പങ്ങൾ. അതെ. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ലോകത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ സൃഷ്ടിച്ച പ്രത്യേകതരം മഴയുണ്ട്. ആ മഴയാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളതിനെന്താ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഉത്തരാഖണ്ഡിലൊക്കെ സംഭവിച്ചതാണല്ലോ പറഞ്ഞത്. അതായത് എന്താണ് ഈ മേഘവിസ്ഫോടനം? മേഘവിസ്ഫോടനം ഒറ്റ അടിക്ക് മഴ അതിശക്തമായ രീതിയിൽ പെയ്യുക. എത്രയോ മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ മിനിറ്റുകൾ കൊണ്ടങ്ങ് പെയ്ത് തീരും. അപ്പോൾ അത്രയും ആ ഒരു ഏരിയ മുഴുവൻ സംഗതി അപകടത്തിലേക്ക് എത്തും. മണ്ണിനെ എങ്ങനെ ബാധിക്കുന്നില്ല. ഓരോ സ്ഥലത്തെയും മണ്ണിന് ഓരോ പ്രത്യേകതകളുണ്ട്. അത് ഈ എത്രത്തോളം വെള്ളത്തിനത് താങ്ങി നിർത്താൻ കഴിയും എന്നുള്ളത് ഓരോ മണ്ണിൻ്റെയും പ്രത്യേകതയാണ്. അതുപോലെ ചില മണ്ണ് വളരെ നന്നായി വെള്ളം പിടിച്ച് ചിലത് നേരെ തിരിച്ച് സംഭവിക്കും, ഇതങ്ങ് പോകും. അതുകൂടാതെ ചിലയിടത്ത് ഈ അടിവശം മുഴുവൻ പോയിരിക്കും, വലിയ കുന്നുകളുടെയൊക്കെ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കയറി നേരത്തെ വലിയ ഹോൾ വീണിരിക്കും. ഇതെല്ലാം കൂടെ മറിഞ്ഞിങ്ങ് പോരുകയും ചെയ്യും. ഈ മഴ പെയ്യുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനൻ ടി വിയിൽ നമ്മുടെ അനിൽ നമ്പ്യാരൊരു ശാസ്ത്രജ്ഞനുമായി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ത്രിവിക്രമജിയാണെന്നാണ് ഡോക്ടർ ആണോ, ഞാൻ പേര് നന്നായിട്ട് അത് സംസാരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം തറപ്പിച്ച് പറയുന്നത് പാറമടകൾ ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ലെന്നാണ്. അദ്ദേഹം അത് ശാസ്ത്രീയമായി പറയുന്നതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് മണ്ണാണ് കുഴപ്പക്കാരൻ, മണ്ണാണ് വെള്ളം സ്വീകരിക്കുന്നത്, പാറക്കുഴപ്പം. ഒരർത്ഥത്തിൽ ശരിയാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഉണ്ടക്കല്ലുകൾ. പക്ഷേ ഈ പാറമടയിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ മണ്ണിന് വലിയ തോതിൽ അത് അദ്ദേഹം പറയുന്നില്ല.
സ്ഫോടനം നടക്കുമ്പോഴേ ആ മണ്ണ് ചുറ്റും നിൽക്കുന്ന എല്ലാം അങ്ങ് ബാധിക്കൂലേ? ഇതിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ശാസ്ത്രീയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മണ്ണിന്റെ വിടവുകളിൽ വെള്ളം അമിതമായി കെട്ടിക്കിടക്കുമ്പോഴാണ് അത് പിളരുന്നതും അത് സംഭരിക്കപ്പെടുന്നതും. അത് ഈ നമ്മൾ ഈ പറഞ്ഞ ഈ നദി ഒഴുകുന്നത് ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ റെജി ലൂക്കോസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നോ? ഇല്ല, അത് കണ്ടില്ലേ? ഇല്ല, അത് കണ്ടില്ല. ഈ വെള്ളപ്പൊക്കത്തിലെ ഏറ്റവും വലിയ തമാശ, ഈ ഉരുൾപൊട്ടലിലെ ഏറ്റവും വലിയ തമാശ റെജിയുടെ ആയിരുന്നു. റെജിയുടെ പോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്കൂൾ കെട്ടിടം തകരാതെ നിൽക്കുന്നു, കിഫ്ബിയുടെ ശക്തി, ബാക്കിയെല്ലാം തകർന്നിട്ടും ആ സ്കൂൾ കെട്ടിടം തകർന്നത്. നമ്മുടെ ഈ അമ്പലവും പള്ളിയൊക്കെ തകരാതെ വിശ്വാസികൾ പറയുന്ന മാതിരി റെജി ലൂക്കോ. വാസ്തവത്തിൽ എന്നാ സംഭവിച്ചു വെച്ചാൽ ഈ സ്കൂളിന്റെ സൈഡിൽ കൂടെ ഇത് വന്നിട്ട് ഈ പുഴ അങ്ങ് മാറി, പുഴയുടെ തീരത്തുള്ള പുഴ അങ്ങ് മാറി ഒഴുകി ഈ ഈ ഈ ചൂരൽമലയ്ക്ക് അപ്പുറത്തേക്ക് മുണ്ടക്കയിൽ നിന്ന് വരുമ്പോൾ ചൂരൽമലയ്ക്ക് അപ്പുറത്തേക്ക് പുഴ തിരിഞ്ഞ് വേറൊരു പുഴ ഉണ്ടാക്കിപ്പോയി. അപ്പം ഭാഗ്യം കൊണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു, അവിടെ ഒരു സാധനം. അപ്പം എന്നിട്ട് റെജി ഗ്രൂക്കോസ് പറഞ്ഞു കണ്ടോ ഈ തരത്തിലാണ്. അല്ല, നമ്മൾ ഈ ഓഗസ്റ്റ് മാസം എത്തുമ്പോഴേക്ക് നമ്മൾ ഓർക്കേണ്ട, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഓർക്കേണ്ട ഒരു വലിയ സംഭവമുണ്ട്. 1979 ഓഗസ്റ്റ് 11-ാം തീയതി ഗുജറാത്തിലെ മോർബി അണക്കെട്ട് തകർന്നു. നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്. അത് അവിടുത്തെ ആ ഒരു നദി കൂടെ, മച്ചു എന്ന് പറഞ്ഞ നദി, ആ നദിയിൽ കെട്ടിയ അണക്കെട്ടാണ്. അപ്പോൾ അണക്കെട്ട് തകരുമെന്നൊന്നും ആരും മുന്നറിയിപ്പ് കൊടുത്തില്ല. കനത്ത മഴയാണ്, ഈ പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് കൊടുത്ത് ആകാശവാണി വഴിയൊക്കെ നാട്ടുകാരെ നിങ്ങൾ ഇവിടെ നിന്ന് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറിക്കൊള്ളണം. പക്ഷെ അവർ സാധാരണ എപ്പോഴും ഈ മുന്നറിയിപ്പ് വരുന്ന കാരണം അവരത് ശ്രദ്ധിച്ചില്ല. ശരിക്കും ഡാം തകരുകയായിരുന്നു. അന്ന് ഏതാണ്ട് 25,000-ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് അന്ന് അതിൻ്റെ കണക്ക്. 25,000 അല്ല എന്നാണ് പറയുന്നത്. അത് സർക്കാർ കണക്ക് മാത്രമാണ്. ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു ഡാം തകർന്ന് ഇത്രയും ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നത് അന്നാണ് 79-ൽ. ചൈനയിൽ ബാങ്ക് നദിയിൽ, ചൈനയിലും ഇന്ത്യയിലുമാണ് ഏറ്റവും അധികം അപകടകാരികളായ അണക്കെട്ടുകളുള്ളതെന്നാണ് കണക്ക്. ഏറ്റവും അധികം എണ്ണം ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ അത് പറയുന്നുണ്ട്. ഡാം സേഫ്റ്റി അവരുടെ ഇത് പറയുന്നതും അത് തന്നെ. ഞാനും കഴിഞ്ഞ ദിവസം വായിച്ചു. ഏതാണ്ട് 60ഓളം അണക്കെട്ടുകൾ അതീവ ഗൗരവമുള്ള, അതാണ് അതീവ ഗൗരവമുള്ളത്. അതിലേറ്റവും കുഴപ്പം പിടിച്ചത് മുല്ലപ്പെരിയാർ. അത് പിന്നെ ന്യൂയോർക്ക് ടൈംസ് മറ്റേ അന്തർദേശീയ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാക്കി. അതായത് 2021 ഐക്യരാഷ്ട്രസഭയുടെ ഈ ഡാം റിവർ സേഫ്റ്റി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല, അവരുടെ ഒരു ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് ലോകത്തെ കുഴപ്പം പിടിച്ച അണക്കെട്ടുകളെ കുറിച്ചൊരു റിപ്പോർട്ട് വന്നത്. വലിയ വാട്ടർ സ്റ്റോറേജുകളുള്ള സംവിധാനങ്ങൾ ഏതാണ്. അപ്പോൾ അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3-4 പോയിന്റുകൾ. ഒന്ന്, 50 വർഷമാണ് ഒരു മോഡേൺ അണക്കെട്ടിൻ്റെ ആയുസ്. ഏതാണ് മോഡേൺ അണക്കെട്ടിൻ്റെ ആയുസ്? 50 വർഷം. അത്രയും ആയുസ് ഇല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 50 വയസ്സ് കഴിയുന്ന അണക്കെട്ടുകളൊക്കെ ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് സേഫ്റ്റിയുടെ മെസർ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇടുക്കി വരെ ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. 77 അല്ലേ? അതെ, ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഡീകമ്മീഷൻ കേരളത്തിലെ ഒട്ടുമിക്ക ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. കാരണം ഈയിടയ്ക്കൊന്ന് പുതിയ ഡാം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവസാനമുള്ളത് പേപ്പാറായിരിക്കാം. പേപ്പാറ ഡാം തിരുവനന്തപുരം നഗരത്തിലെ ശുദ്ധജല വിതരണം കാര്യം അത് അരുവിക്കൽ ഡാം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരിക്കലും ജലക്ഷാമം വന്നു എന്ന് അച്ഛനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ തിരുവനന്തപുരം സിറ്റിയിൽ വെള്ളം കൂടി മുട്ടി. അപ്പോഴാണ് അന്ന് അച്യുതാനന്ദൻ ഒരു ദീർഘവീക്ഷണം മുഖ്യമന്ത്രി അദ്ദേഹം വിദഗ്ധന്മാരൊക്കെ വിളിച്ച് എന്താണ് പോകുമ്പോഴെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് പേപ്പാറ മുകളിൽ കരവനാറിൻ്റെ മുകളിലൊരു ഡാം കെട്ടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പേപ്പാറ ഡാം വന്നത്. അച്യുതമേനോൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? അയ്യോ, എത്ര എണ്ണം. പീച്ചിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കെൽട്രോണ് എന്ന് വേണ്ട, ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, എത്ര സ്ഥാപനങ്ങൾ, ഇത്ര ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ. CPIക്കാർക്ക് അത്ര അവസരം കിട്ടില്ല, അങ്ങനെ ചെയ്തു. അപ്പം നല്ലൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഗുണം ചെയ്തേനെ തീർച്ചയായും. പക്ഷെ അദ്ദേഹം അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിലാണ് പേര് ദോഷം. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാതെയായി. അന്ന് കെ കരുണാകരൻ സൂപ്പർ മുഖ്യമന്ത്രിയായി നടന്നു എന്നാണ് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ അച്യുതമേനോനെ പോലെ ഒരു വളരെ പ്രഗത്ഭനായ ഒരാൾ. പക്ഷേ എനിക്ക് ഇത് പറയുമ്പോൾ വേറെ കാര്യം ഓർമ്മ വരുന്നത്, ആദ്യം ഈ ഡാമിൻ്റെ കാലാവധി 50 വർഷമെന്ന് പറയുന്നു മുല്ലപ്പെരിയാർ. അങ്ങനെ ആണെങ്കിൽ 57-ലെ EMS മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ഇതിന് 50 വർഷമൊക്കെ കഴിഞ്ഞു. 1886-ലെ വിശാഖം തിരുനാൾ രാജാവാണ് ഒപ്പിട്ടതെന്ന് അദ്ദേഹം എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പിട്ടത്. 47-ൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ കഴിഞ്ഞു. 57-ൽ കേരളം ഉണ്ടാക്കുമ്പോഴേ അതിനുമുമ്പ് കഴിഞ്ഞു. അപ്പോൾ അന്ന് VR കൃഷ്ണയ്യരെ പോലുള്ള അതിപ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരുന്നു നിയമമന്ത്രിയായിരുന്നത്. അന്ന് കരാർ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട് കരാർ പുതുക്കുകയോ അല്ലെങ്കിൽ കരാറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയോ ചെയ്തില്ല എന്ന് അത് ഒരു വശം. 2, അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് പിന്നീട് ഈ കരാർ വീണ്ടും പുതുക്കി നൽകിയത്. അല്ല, അച്യുതമേനോനെ പോലെ ഒരാൾ ഇതെന്ത് സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അന്ന് എന്താണ് ഇത് സംഭവിച്ചതിൻ്റെ പിന്നിൽ? അത് തിരുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. 99 കൂടെ ഇട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതൊരു അപകടകരമായ ഒരു സംഗതിയാണിത്. ഇത് പക്ഷേ CPIക്കാർ പോലും അതിന് വിശദമായ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നില്ല. പ്രത്യേകിച്ച് അന്ന് എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്
അത്രയും പ്രാധാന്യമുള്ള ഒരു ഇത് സാധനം എങ്ങനെ കൊടുത്തു എന്നുള്ളത് വളരെ ദുരൂഹമാണ്. അല്ല, മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, സാർ സി പി ഇവരെല്ലാവരും ചീത്ത വിളിക്കുന്ന സാർ സി പിയുടെ ഒരു മഹത്വം. അദ്ദേഹം അന്ന് വൈസ്രോയ് മൗണ്ട് ബാറ്റനൊക്കെ പോയി കണ്ട് പറഞ്ഞ് ഡാം അപകടം പിടിച്ചാണെന്ന് പറഞ്ഞു. ഇത് ഇല്ലാതാക്കണം, ഇത് മാറ്റിയിട്ട് വേറെ ഡാം കെട്ടണമെന്ന് തമിഴ്നാട്ടുകാരായ സാർ സി പി എന്ന് വൈസ്രോയുടെ അടുത്ത് പറഞ്ഞു. അല്ല, സാർ സി പി അന്ന് തിരുവിതാംകൂറിന്റെ ദിവാനാണ്. എന്നിട്ട് പോലും അദ്ദേഹം നാളെ തിരിച്ച് ജന്മനാട്ട് ചെല്ലേണ്ടതാണല്ലോ. എന്നിട്ട് പോലും അത് തയ്യാറായി. പക്ഷെ നമ്മുടെ നാളെ ജനപ്രതിനിധികൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളത് പിന്നീട് ജയലളിതയുടെ പ്രഖ്യാനം വന്നപ്പോൾ നമ്മൾ മനസ്സിലായി. കേരള നേതാക്കന്മാരുടെ സ്വത്തിൻ്റെ പണത്തിൻ്റെ കണക്കെടുക്കുന്നു കൊടുക്കുന്നു. അല്ല, അപ്പം ഞാൻ പറയേണ്ടത് ഈ 50 വർഷം ആയുസുണ്ട് എന്ന് പറയുന്ന ഒരു അണക്കെട്ട് 139 വർഷവും കണ്ടായിരിക്കുന്നു, 37 വർഷമായിരിക്കുന്നു. 86 എന്ന് പറയുന്നത് 85-ലായിരുന്നു, 86-ലാണ് കരാറുണ്ടായിരുന്നത്. 137 വർഷമായിരിക്കുന്നു. ഞാൻ ഈ അണക്കെട്ടിന്റെ അകത്ത് പോയിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ അണക്കെട്ടിന്റെ അകത്ത് പോയിട്ടുള്ള ആളാണ്. അതിന്റെ പോകാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാണല്ലോ ഇത്രയും കുഴപ്പം. സെക്യൂരിറ്റി ഒരു 30 വർഷം മുമ്പ് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കസ്റ്റഡിയിലാണ്. അപ്പം ഞാൻ ദീപികയിൽ ഇടുക്കി വർക്ക് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, ദീപിക നമുക്ക് ഹൈ റേഞ്ച് എഡിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അവിടെ തന്നെ പേജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ദീപികയുടെ ഹൈ റേഞ്ച് എഡിഷൻ ചെയ്യുമ്പോൾ പ്രസാദ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് കുമളിയിലെ ലേഖകൻ. കുമളി ഹൈ റേഞ്ചിന്റെ ഒരു സ്ഥലമാണല്ലോ. അപ്പം കുമളിയുടെ പരിധിയിൽപ്പെടും മുല്ലപ്പെരിയാർ. അപ്പം ഞാൻ ഇവൻ്റെ കൂടെ അവിടെ ചെന്ന് ഫോറസ്റ്റുകാരോ ആരും വേണ്ട, അവരുടെ ആളുകളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ എൻ്റെ കൂടെ അന്ന് വെള്ളത്തിലുണ്ടായിരുന്നു. ഈ ഡാമിൻ്റെ ഈ വൃഷ്ടിപ്രദേശം ഡാമിൻ്റെ അടുത്ത് വരും നമ്മൾ. അത് ഡാമൊക്കെ നടക്കുമല്ല, ഡാമിൻ്റെ അകത്ത് റിസർവയറിൻ്റെ ഡാമിൻ്റെ അകത്ത് പോയിട്ട് വന്നിട്ട് വെള്ളത്തിലേക്ക് ചാടി ഈ അണക്കെട്ടിൻ്റെ അകത്ത് പോയിട്ട് അണക്കെട്ടിൽ പൊങ്ങിഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് മണ്ണ് മാറിക്കൊണ്ട് നമുക്ക് കൊണ്ട് തന്നിട്ട് സുർക്കി മിശ്രണം കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക്. ഏതാ ഒരു 30 വർഷം മുമ്പത്തെ കഥയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ അകം പൊള്ളയാണ് എന്നതാണ് ഒരു വാദം. ആണല്ലോ, അന്നത്തെ പരിമിതമായ സാങ്കേതിക സമയം അനുഭവിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുമല്ലേ. ഇത് ആരോ പറഞ്ഞാലും സായപ്പ് ഉണ്ടാക്കാനാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ പോയനെ. അല്ല, അപ്പൊ ഈ അണക്കെട്ടിന്റെ അടിഭാഗം എങ്ങനെയാണെന്നോ അതിന്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും വ്യക്തമായ ഒരു ധാരണയില്ല. അപ്പൊ ആ ഒരു ധാരണ ഇല്ലാതിരിക്കും. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ബലപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വെള്ളം വറ്റിച്ച് ബലപ്പെടുത്തിയായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അതിന് പരിമിതി ഉണ്ടല്ലോ ഈ ഒരു ഡാമിൽ. പുറവശമായിരിക്കും ബലപ്പെടുത്തുന്നത്. അതെ, വെള്ളത്തിന്റെ അകം എങ്ങനെയാണ് ബലപ്പെടുത്തിയത് നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ അണക്കെട്ടിൽ നമ്മൾ പറയുന്ന മാതിരിയുള്ള 2 സാധ്യത. ഒന്ന് ഭൂകമ്പ സാധ്യത. ഭൂകമ്പ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല, ഇത്രയും വെള്ളം. ഈ മേഖല മൊത്തം ഇതാണ്, ഇത്രയും ഡാമുകൾ നിൽക്കില്ല വെള്ളം കെട്ടി. പക്ഷേ ഭൂകമ്പ സാധ്യത നോക്കി നമുക്ക് പിന്നെ ഒരിടത്തും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്ന പെരുമഴകൾ. ഇപ്പോൾ കൂട്ടിക്കലാണെങ്കിലും കൊക്കയാറാണെങ്കിലും ഞങ്ങളുടെ അടുത്താണ്. അതെ. ഇപ്പോൾ കൂട്ടിക്കലും കൊക്കയാറും ഒക്കെ വലിയ നമുക്ക് അതായത് ഈ മുണ്ടക്കയം എന്ന് പറയുന്ന ടൗൺ ഉണ്ട്. ഇല്ല, ഹൈ റേഞ്ച് മേഖലയിൽപ്പെട്ടതല്ലേ. അതായത് മുണ്ടക്കയം എന്ന് പറയുന്ന ടൗൺ ഉണ്ട്, ഈ കോട്ടയം ജില്ലയിലാണ്. അതെ. ആ കോട്ടയം ജില്ലയുടെ എന്താണ് മുണ്ടക്കയം. മുണ്ടക്കയത്തൊരു പാലം കടന്നാൽ അത് ഇടുക്കിയാണ്. ആ ഇടുക്കിയും മുണ്ടക്കയം എന്ന് പറഞ്ഞാൽ അവരും അവിടെ മുണ്ടക്കയം അവകാശപ്പെടുന്നു. മുണ്ടക്കയം 35 പറയുന്ന പള്ളിയും ഒക്കെ ഇടുക്കിയാണ്. അപ്പോൾ ഈ മുണ്ടക്കയം കഴിഞ്ഞാൽ പിന്നെ പെരുവന്താനം എന്ന് പറയുന്നത് ഒരു ചെറിയ കയറ്റം കയറി നമ്മൾ പെരുവന്താനത്തിൽ ചെറുതാ. പെരുവന്താനം മുതൽ ഹൈറേഞ്ച് അങ്ങ് തുടങ്ങുകയാണ്. ഹൈറേഞ്ച് എന്ന് പറഞ്ഞാൽ അതങ്ങ് പോകുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനം വരെ ഒരൊറ്റയടിക്ക് പോകും നമ്മൾ. കുട്ടിക്കാനത്താണ് അതിൻ്റെ ഒരു പീക്ക് ചെല്ലുന്നത്. പിന്നീട് വീണ്ടും പീരിമേട്, അതായത് കുട്ടിക്കാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കേക്കറോട് കയറി ചെല്ലുന്ന കുട്ടിക്കാനം വഴി 2ആയിട്ട് തിരിയും. ഈ 2ആയിട്ട് തിരിയുന്നത് വലതോട്ട് പോകുന്നത് കുമളി തേക്കടിയും, ഇടതോട്ട് പോകുന്നത് കട്ടപ്പനയ്ക്ക് ഒരു വഴിയുണ്ട്, കുമളിക്കൊരു വഴിയുണ്ട്. ഇത് 2. അപ്പോൾ കേക്കറോട് എന്ന് പറയുന്നത് കുമളിക്കുള്ള വഴിയാണ്, മറ്റേത് കട്ടപ്പനയ്ക്ക് വലിയ വഴിയാണ്. പരമ്പരാഗതമായി കുടിയേറ്റക്കാരുടെ വഴിയാണ് ഈ കട്ടപ്പന. അപ്പം ഈ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ പറയുന്ന കൊക്കയാണ്. കൂട്ടിക്കൽ അവിടെ അല്ല. കൂട്ടിക്കൽ മുണ്ടക്കയത്തുനിന്ന് മറ്റൊരു വഴിയെ ഇത്, കാരണം മുണ്ടക്കയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു താഴ്വരയാണ്. അപ്പോൾ ചുറ്റിനും മലകളാണ്. അപ്പോൾ അവിടെ ഈ ചോലത്തടം എന്നൊക്കെ പറയുന്ന പൂഞ്ഞാറിൻ്റെ അപ്പുറം, അതിൻ്റെ അപ്പുറം പൂഞ്ഞാറിൻ്റെ പുറകുവശവും നമുക്കറിയാം. അടിവാരത്തിൻ്റെ മുകൾ ഭാഗത്തെല്ലാം വലിയ മലനിരകളാണ് ഈ പൂഞ്ഞാറിൻ്റെ ഭാഗവും. അപ്പോൾ പൂഞ്ഞാറിനോട് ചേർന്ന് കിടക്കുന്ന മുണ്ടക്കയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ കൊക്കയാർ, അല്ല കൂട്ടിക്കൽ എന്ന് പറയുന്നുള്ളൂ. കൂട്ടിക്കൽ ഏന്തയാറ്, തെക്കേമല എന്നൊക്കെ പറയുന്ന ചോലത്തട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് പോവാണ്. അവിടെ ചില സ്ഥലങ്ങൾക്ക് ഈ അക്കത്തിൻ്റെ പേരിലുള്ള ചില സ്ഥലങ്ങളുണ്ടല്ലേ. അത് അതിൻ്റെ കാര്യം വെച്ചാൽ കേക്കറോട് പഴയ റോഡാണ്. അപ്പൊ കേക്കറോട് പഴയ റോഡ് എന്ന് പറയുമ്പോൾ മൈലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 26, 35,
എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ 26 എന്ന് പറഞ്ഞാൽ 26-ാം മൈൽ, അത് 26 എന്നാണ് അറിയപ്പെടുന്നത്. 26 എന്ന് അറിയപ്പെടുന്നത് കാഞ്ഞിരം കോട്ടയത്തു നിന്ന് ഞാൻ ഈ പറഞ്ഞ മുണ്ടക്കത്തിന് പോകുന്ന വഴി 26 എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നാണ് വലത്തോട്ട് തിരിഞ്ഞ് എരുമേലിക്ക് പോകുന്നത്. നമ്മൾ എരുമേലിക്ക് പോകും, ശബരിമലയ്ക്ക് പോകുന്നത് 26. അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി കോളേജ് ഇരിക്കുന്നത് 28ആണ്, സെന്റ് തോമസ് കോളേജ്. അതാണ് ഈ കണക്ക്. അതാണ് 20. അപ്പൊ 28 എന്ന് പറയും, 26 എന്ന് പറയും. അതുകൊണ്ടാണ് ഈ മൈലിന്റെ പഴയ മൈൽ കണക്കാണ്. അതുകൊണ്ടാണ്. അപ്പൊ 28 കോളേജ് എന്നാ പറയുന്നത്. അതെ, അത് പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, തൊട്ടപ്പുറത്ത് പാറത്തോടാണ്. അപ്പൊ അതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ഈ മലനിരകളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന മലനിരകളാണ്. ഞാൻ ഈ പറഞ്ഞ ഈ കുട്ടിക്കാലത്തേക്ക് അതിലാണ് കൊക്കയാർ എന്ന് പറഞ്ഞ സ്ഥലം. അതിന്റെ അപ്പുറമാണ് കേട്ടോ ഇതെല്ലാം. നമ്മളീ പോകുന്ന കേക്ക റോഡ് കയറി കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ പെരുവന്താനത്തിന്റെ അക്കര മലകളാണ് ഇതെല്ലാം. ഈ മലയുടെ അതിന്റെ അപ്പുറമാണ് കൂട്ടിക്കല്. അപ്പം ഇവിടെയൊക്കെ ഇത്തരം മലനിരകളിലൊക്കെ ഇത്തരം മലനിരകളാണ് വയനാടും ഇടുക്കിയും മൊത്തം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. വയനാടും ഇടുക്കിയും മുഴുവൻ മലനിരകളാണ്. ഇത് വെസ്റ്റേൺ ഗാർഡ്സ് തന്നെയാണോ ഇതെല്ലാം? വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് കന്യാകുമാരി നിന്ന് ആരംഭിച്ചാൽ നമ്മുടെ പൊന്മുടി എന്ന് നേരെ പോകുന്നത് നമ്മുടെ തെന്മലയുടെ ഭാഗത്തൂടാണ്. അതെ, അതിലെ പോയാൽ ഇത് പോയി ചെല്ലുന്ന പത്തനംതിട്ട ഗവിയുടെ അപ്പുറം നമ്മുടെ ശബരിമല ഭാഗമുണ്ടല്ലോ. ശബരിമല ഭാഗം വഴി ഇത് ഇടുക്കി കടന്ന് അവിടെ നിന്നാണ് തൃശ്ശൂർ മറ്റേ ഭാഗം കിടക്കുന്നില്ലേ, നമ്മുടെ എന്താ വാൽപ്പാറയൊക്കെ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ആ ഭാഗം അവിടുന്നാണ് ഇവൻ. പാലക്കാടാണ് ഗ്യാപ്പ് ഉള്ളത്. അവിടുന്നാണ് അവൻ വയനാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലെ കൂർഗും പിന്നീട് കൂർഗ്, വയനാട് കഴിഞ്ഞാൽ പിന്നെ കൊടക്ക് കൂർഗ് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ അങ്ങ് പോവാണ് ഇവൻ. ഇത് ചെന്നിട്ട് ഗുജറാത്തിലേക്ക് പോകുന്നത്. അപ്പം മഹാരാഷ്ട്ര പാഞ്ചഗണിയൊക്കെ അതിലാണ് പോകുന്നത്, മഹാബലേശ്വർ പാഞ്ചഗണിയൊക്കെ അതിലാണ് പോകുന്നത്. അപ്പം ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം വലിയ മലനിരയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ല ഈ ഇടുക്കി, നമ്മുടെ കേരളത്തിലുള്ളത് ഇടുക്കി, വയനാട്. ഇതേ സ്വഭാവമാണ് നമ്മുടെ പൊന്മുടിക്ക്. പൊന്മുടി ഞാൻ പറഞ്ഞ ഇതിനാ മൂല വഴി കടന്നു പോകുന്നത് കൊണ്ട് മാത്രം തിരുവനന്തപുരത്ത് അറിയുന്നില്ലെന്നുള്ളൂ. പൊന്മുടി എക്സാക്ട്ലി പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെയുള്ള എവിടെയും ഈ മണ്ണ് സുസ്ഥിരമല്ല. അങ്ങനെയുണ്ട്, മണ്ണൊട്ടും സുസ്ഥിരമല്ല. കാരണം മലനിരകളാണല്ലോ. ഈ മലനിരകൾ മണ്ണ് സുസ്ഥിരമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇവിടേക്ക് ഈ പുതിയ പ്രതിഭാസം ഉണ്ടായാൽ, റോഡ് ബേസ് ഉണ്ടായാൽ അവിടെ ഈ വെള്ളം താങ്ങാൻ കഴിയാതെ അപ്പോഴാണ് പാറമട കുഴപ്പമില്ല. ഏറ്റവും അധികം ചെയ്യേണ്ടത് ഇവരിങ്ങനെ തിയറിയൊക്കെ ഉണ്ടാക്കി സംരക്ഷിക്കുക, ഏറ്റവും ആദ്യം ചെയ്യുന്ന പാറമട നിർത്തുക എന്നുള്ളതാണ്. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഇപ്പം എല്ലാവരും പറഞ്ഞ ഗാഡ്ഗിലിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യനെ പുറത്ത് കയറുക. അതെ, മനുഷ്യർ ശരിക്കും മനുഷ്യർ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ, ഞങ്ങളുടെ കുടിയേറ്റക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പ്രകൃതിക്ക് ആവശ്യമില്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യരാണ്. ഇത് മുഴുവൻ താളം തെറ്റിയത് ഇവിടേക്ക് വലിയ പാറമടകൾ വരുന്നു, വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരുന്നു, വലിയ അണക്കെട്ടുകൾ വരുന്നു. മറക്കണം, ഈ പശ്ചിമഘട്ട മേഖലയിലാണ് എല്ലാ അണക്കെട്ടും ഇരിക്കുന്നത്. ഇടുക്കിയിൽ ഒരുപാട് എത്രയോ അണക്കെട്ടുകളില്ലേ? എത്ര അണക്കെട്ടുണ്ട്? ഇടുക്കിയിലും പത്തനംതിട്ടയിൽ ഈ ഗവിക്ക് ചുറ്റും തന്നെ 3-4. അതായത് ഗവിക്ക് പോകുവാണെങ്കിൽ നമുക്ക് പമ്പ, കൊച്ചുപമ്പ, മണിയാർ തുടങ്ങും. മണിയാറ്, പമ്പ, കൊച്ചുപമ്പ, കക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അണക്കെട്ടുകളാണ്. ജലവൈദ്യുത പദ്ധതികളല്ല, എല്ലാം വെള്ളം തട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ചിലയിടത്തൊക്കെ കുറച്ച് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ അണക്കെട്ടുകൾ വെള്ളം കെട്ടി നിർത്തുമ്പോൾ സ്വാഭാവികമായും ചില പ്രശ്നമുണ്ട്. ഇതില്ലാത്ത പ്രശ്നമൊന്നും നാട്ടുകാരും കൃഷി കൊണ്ടുണ്ടാക്കുന്നില്ല. അപ്പം ഇപ്പം ഞാൻ പറയാം, വയനാട്ടിൽ ഇയാൾ 2 പേരെ വിചിത്രമായ കണ്ണീരൊഴുക്കിൽ ഞാൻ കണ്ടു. ഒന്ന് അൻവറാണ്. ഈ അൻവറിൻ്റെ റിസോർട്ടിലിരിക്കുന്ന കക്കാടം പൊയ്കയെന്നും വളരെ അടുത്താണ്. അത് അതീവ പരിസ്ഥിതി ലോലമായ അതീവ അപകടകരമായ ഒരു മനുഷ്യനും മിണ്ടുന്നില്ല. അയാൾ കണ്ണീരൊഴുക്കുന്നു, സേന അയക്കുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അനധികൃത നിർമ്മാണം, അനധികൃതമായ കെട്ടിടങ്ങളെ വലിയ കുഴപ്പമാണ്. ഈ ബോബി ചെമ്മണ്ണൂരാണ് മറ്റൊരാൾ. അയാൾ അവിടെ ഏതാണ്ട് 1000 ഏക്കറിൽ എന്തോ പരിപാടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് അയാൾ 100 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ സംസാരിച്ച് പറഞ്ഞ ആൾ വെച്ച് കൊടുക്കത്തില്ലായിരിക്കുന്ന. ഞാൻ പിന്നെ അന്വേഷിച്ചു എന്താ മതി വെച്ച് കൊടുക്കും. എന്താ പദ്ധതി എന്നറിയാമോ? ഇയാൾ മേടിച്ചിരിക്കുന്ന ടീ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ടീ എസ്റ്റേറ്റിൽ പ്ലാന്റേഷൻ നിയമം കൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് വീടോ മറ്റ് കെട്ടിടങ്ങളോ വെക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ എന്തോ ഹോട്ടൽ സമുച്ചയങ്ങളും അതാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിലെവിടെയെങ്കിലും അങ്ങ് പുറകിൽ, അതായത് ഈ ഭൂമിയുടെ ഏറ്റവും ഒടുവ് ഭാഗത്ത് അങ്ങേയറ്റത്ത് ഒരു 2, 3 അല്ലെങ്കിൽ 4 ഏക്കർ സ്ഥലം കൊടുത്താൽ 100 വീട് വെക്കാം. 5 സെന്റ് 4 സെന്റ് സ്ഥലം വെച്ച് കൊടുത്താൽ. അപ്പോൾ അതിനു വേണ്ടി ഈ സ്ഥലം മുഴുവൻ ഇങ്ങർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് മാറ്റാം, തോട്ടത്തിൽ നിന്ന് മാറ്റി തരും സർക്കാർ പറയില്ല. അതായത്
വീട് സ്ഥലം കൊടുത്തിരിക്കുകയല്ലോ ഒരാൾ. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ഏക്കർ ഉണ്ടാക്കാൻ വേണ്ടി 4-5 ഏക്കർ ആ സ്ഥലവും കൊടുക്കുന്നു. 1000 ഏക്കറോടെന്ന് അവകാശപ്പെടുന്നത് എനിക്കിപ്പോഴും വിശ്വാസമില്ല. ഞാൻ കരുതുന്ന ഒരു 250 ഏക്കർക്കുള്ളിൽ. അപ്പൊ അതെന്താ പറ്റേ, അദ്ദേഹം ചർച്ചയ്ക്ക് വരുമ്പോൾ പറയാന്ന് പറഞ്ഞിരിക്കും 100,000 കുറഞ്ഞ പരിപാടി അദ്ദേഹത്തിന് ഇല്ല. ഇല്ല. ഈ പ്രോജക്റ്റിന്റെ പേര് 1000 ഏക്കർ എന്നാണ്. 1000 ഏക്കർ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് 1000 ഏക്കറില്ല. അപ്പം ഇവിടെ അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇത്തരം നിർമ്മാണം, അതിൻ്റെ ഇടയ്ക്ക് തുരങ്കപാത വരുന്നുണ്ട്. തുരങ്കപാത അത് ഈ മേഖല ഇപ്പൊ ഈ അപകടം നടന്ന മേഖലയിൽ കൂടെയാണ് കടന്നു പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം നിർമ്മാണങ്ങളാണ് വാസ്തവത്തിൽ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മുടെ ആ കർണാടകത്തിലെ അപകടത്തിനും ഹൈവേ ആയിരുന്നല്ലോ പ്രശ്നം. അതെ. അപ്പോൾ രാജ്മോഹൻ, നമ്മൾ മുല്ലപ്പെരിയാറാണ് നമ്മുടെ വിഷയം. നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വലിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് എവിടെയെങ്കിലും ഞാൻ പോയിട്ടുള്ളതെന്ന് പറയണം, വല്ലാത്ത ഒരു ഭൂമിശാസ്ത്രമുള്ള സ്ഥലമാണ്. അവിടെ ഇതുപോലെ തുടർച്ചയായി മഴ പെയ്താൽ, ഈ അണക്കെട്ടിരിക്കുന്ന സ്ഥലത്തിന് മഴ പെയ്താൽ, ഉരുൾപൊട്ടലുണ്ടായാൽ ഈ ഒരു പ്രത്യേക തരത്തിൽ പണി തീർന്നിരിക്കുന്ന നമ്മുടെ മറ്റ് അണക്കെട്ടുകളുടെ അളവ് പോലല്ല ഇതിൻ്റെ കണക്കൊക്കെ പറയുന്നത്. 136 അടി 142 അടി എന്ന് പറയുന്നത് സത്യത്തിൽ അത്രയും ഒന്നും അണക്കെട്ട് പലപ്പോഴും പൊക്കമുണ്ടല്ല, പലതും കൂട്ടിയാണ് കണക്ക് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം എന്തെങ്കിലും ഉണ്ടായി ഇതിങ്ങി പോരും. ഉറപ്പാണല്ലോ. ഇത്രയും വർഷം പഴക്കമായില്ലേ ഇത് പറഞ്ഞതിന് 3 ഇരട്ടി സമയം കഴിഞ്ഞില്ലേ? അതെ, 3 ഇരട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇത് പോരും. ഇത് പോന്നാൽ നമ്മൾ പറഞ്ഞതിന്റെ പശ്ചാത്തലം ഒരുപാട്. നിങ്ങൾ പറഞ്ഞു ഗുജറാത്തിലേതുണ്ട്, മോർബി അണക്കെട്ട്. അവിടെ ഇത് വലിയ മഴ പെയ്താണ് സംഭവിച്ചത്. അവിടെ ഇത് കഴിഞ്ഞ വർഷം 2023 ഈ സെപ്റ്റംബറിൽ ലിബിയയിൽ 2 അണക്കെട്ട് പൊട്ടി. 2 എണ്ണം. ഈ 2 എണ്ണം പൊട്ടി. അതിന് 12,000 കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ അണക്കെട്ടുകൾ നിർമ്മിച്ചതെന്ന് 1970-കളിലാണ്. ഈ മോർബി ഡാമും 70-കളിലാണ് വെച്ചത്. ആ 50-ലാണ് വെച്ചത്. 70-കളിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ലോകത്തെല്ലായിടത്തും ഉണ്ടായതെന്നാണ് UN റിപ്പോർട്ട് പറയുന്നത്. ഒരു വർഷം 1000 അണക്കെട്ടുകളായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഒരു വർഷം. അപ്പം ആ അണക്കെട്ടുകളെല്ലാം പൊളിക്കണമെന്നാണ് UN പറയുന്നത്. അപ്പോഴാണ് നമുക്ക് 139 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് ശുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പഴയ സാങ്കേതിക വിദ്യയുടെ അണക്കെട്ട് അവിടെ നിൽക്കുന്നത്. ഇത് സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് സുരക്ഷിതം എന്ന് ഓർക്കണം. IIT അടക്കമുള്ള റൂർക്കി IIT അടക്കമുള്ള പല റിപ്പോർട്ടുകളും പറഞ്ഞു ഇത് സുരക്ഷിതമല്ല. ന്യൂയോർക്ക് ടൈംസിൻ്റെ 1-ാം പേജിലെ വാർത്തയിലെ ഏറ്റവും ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് ഈ അണക്കെട്ടിൻ്റെ, ഈ ലിബിയയിലെ അണക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ഇടുന്നത്. അവർ പറഞ്ഞു ഇനി ലോകത്തെ അപകടത്തിലാക്കാൻ പോകുന്ന അണക്കെട്ടുകൾ ഏതാണ്ട് 1000-ഓളം കാണാൻ പറഞ്ഞപ്പോൾ ദ വെരി ഫസ്റ്റ് അണക്കെട്ടായിട്ടാണ് പറഞ്ഞത് മുല്ലപ്പെരിയാറാണ്. അല്ല, ഇപ്പോൾ കേരളം ഇപ്പം എന്താണ്, ഇന്ത്യ മുന്നണിയാണ് കേരളവും തമിഴ്നാടും ഒക്കെ ഭരിക്കുന്നത്. ഇവർക്ക് അങ്ങനെ രാഷ്ട്രീയ തലത്തിൽ ഇങ്ങനെ ചർച്ച നടത്താറുണ്ടല്ലോ സ്റ്റാലിൻ്റെ അടുത്ത് നിന്നിട്ട്. അല്ല, ഇതിൻ്റെ ദുരന്തം, നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ദുരന്തം എത്ര വ്യാപകമായിരിക്കും. അതായത് ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നു എന്ന് കരുതുക. ഈ മുല്ലപ്പെരിയാർ തകർന്നാൽ, അതായത് ഒരു 24 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ ഉരുൾപൊട്ടലുണ്ടാവാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, ഉരുൾപൊട്ടലുണ്ടാവാം, അല്ലെങ്കിൽ ഭൂകമ്പമുണ്ടായാൽ തകരാം. ഇത് തകർന്നാൽ ഇതിലെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം നേരെ ഒഴുകിയെത്തുക നമ്മുടെ ഇടുക്കി ഡാമിലേക്ക്, അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അവിടെയാണ് പലർക്കും അതിൻ്റെ ആശയക്കുഴപ്പം ബാക്കി കിടക്കുന്നത്. ഇടുക്കി ഡാമിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം ഇവരുടെ റിപ്പോർട്ട്, ഞാനിപ്പോൾ ഇന്ന് UN റിപ്പോർട്ട് വായിച്ചു നോക്കി. UN റിപ്പോർട്ടിൽ പറഞ്ഞ് ഇടുക്കി ഡാമിലേക്ക് എത്തുമ്പോൾ 100,000 പേര് മരിക്കുന്നതാണ്. എത്തുന്ന അത്രയും സമയം കൊണ്ട് കാരണം അതാ ഞാൻ ഈ പറഞ്ഞ മുമ്പത്തെ വഴിയില്ല. അതായത് കുട്ടിക്കാനത്ത് എന്നിട്ട് അവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയിലെ ചപ്പാത്ത്, കുമളിക്ക് പോകുന്ന വഴിയിലെ വണ്ടിപ്പെരിയാർ, ആ ഭാഗം എല്ലാം ക്രോസ് ചെയ്തങ്ങ് പോവുകയാണ്. ഈ ഇടുക്കി ഡാമിൽ നിന്ന് ഈ മുല്ലപ്പെരിയാർ തകർന്നാൽ ഇവർക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം നിറച്ച് വീടുകളാണ്. 100,000 പേര് വരെ വേണമെങ്കിൽ ഒന്ന് അന്ന് ഈ ഡാം പൊട്ടാൻ പോകുമെന്ന് പറഞ്ഞിട്ടല്ലോ പോരുന്നത്. ഇനി ഈ വെള്ളത്തിൻ്റെ ശക്തിയിൽ ഇടുക്കി ഡാമിന് എന്ത് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നൊരു ഭാഗം എന്ത് സംഭവിച്ചാലും താങ്ങി നിർത്താനുള്ള കെൽപ്പ് ഈ ഇടുക്കി ഡാമിനുണ്ടെന്നാണ്. ഏത് ഡാമിനെ? ഇടുക്കി ആർച്ച് ഡാമിന്, വലിയ ഡാമിന്. ഇടുക്കി ഡാം പൂർത്തിയാവുന്നത് എങ്ങനെയാണ്? 3 ഡാമുകൾ ചേർന്നാണ് ഇടുക്കി ഡാം. ചെറുതോണി അണക്കെട്ടും വലിയ ഡാം, അതും ചെറുതോണി വലുതാണ്. കുളമാവ് അണക്കെട്ടും. കുളമാവിൻ്റെ സുരക്ഷയെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി പലരും പറയുന്നുണ്ട്. അതിന് സുരക്ഷിതത്വം അല്ല എന്ന് നിരന്തരം പറയുന്നത്. ഈ കുളമാവ് എന്ന് പറയുന്നത് സ്ഥലം തന്നെ, അത് നമ്മളിപ്പോൾ ഇവിടുന്ന് കുളമാവ് വിടാന്ന് വെച്ചാൽ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ്. അതായത് ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുക. ഇടുക്കിയിൽ നിന്ന് മറ്റേ നമ്മുടെ ഇടുക്കി അണക്കെട്ടിനോട് കഴിഞ്ഞ് തൊടുപുഴയ്ക്ക് വന്നു.
അത് ഇവിടുന്ന് പോകണം മൂലമറ്റത്തുനിന്ന് മല കയറി നാടുകാണി കഴിഞ്ഞ് തൊട്ടടുത്താണ്. അപ്പം ഞാൻ ഈ നാടുകാണിയിൽ ഇടയ്ക്ക് പോകുന്നു. അവിടെ ഒരു ആശ്രമത്തിൽ ഞാൻ പോകുന്നതാണ്. ഒരു ആദിവാസികൾക്ക് വേണ്ടൊക്കെ ഗ്രാമാശ്രമം പറഞ്ഞൊരു ഭരതൻ്റെ വൈശാലി സിനിമ ഷൂട്ട് ചെയ്തത് ഈ കുളമാവിലെ കണ്ടു വെച്ചാണ്. കുളമാവിലാണ്. ആ കുളമാവിൽ കൂടെ നമ്മൾ വേനൽക്കാലത്ത് പോയപ്പോൾ ആന കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കുളമാവിൽ നിന്ന് ചെറുതോണിലേക്ക് പോവുകയാണെങ്കിൽ, നാടുകാണിയിൽ നിന്ന് ചെറുതോണിലേക്ക് പോവുകയാണെങ്കിൽ ആന അവിടെ ഉണ്ടാവും, വഴി കാണും. അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഒട്ടും ശക്തമല്ലാത്ത മണ്ണാണ് അവിടുത്തേത്, എപ്പോഴും മണ്ണിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുളമാവ് അണക്കെട്ടിനെ നിങ്ങൾ പറ്റിയാൽ, മറ്റേത് ഈ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഒരു വശത്ത്, ഇത് മറ്റൊരു വശത്ത്. കുളമാവെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങി പോന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴൊക്കെ കേരളത്തിൽ മഴ പെയ്യുന്നോ അപ്പോഴൊക്കെ ആലുവ ശിവക്ഷേത്രം മുങ്ങും. മൂളറ്റം വരെ വരും. അതെ, മറ്റേ 2018 അല്ലല്ല, സ്ഥിരം മുങ്ങും. അതെ അതെ. അതിനർത്ഥം ആലുവ ശിവക്ഷേത്രം മുങ്ങുന്ന തരത്തിലേക്ക് ഒരു മഴയ്ക്ക് പറ്റുമെങ്കിൽ ഒരു വലിയ മഴ പെയ്യുകയും ആ മഴ 2018 19 പോലെ മഴ പെയ്യുകയും ആ മഴയിലേക്ക് ഒരു ഡാം തകരുകയും ചെയ്താൽ ഈ ആലുവ മുതൽ എറണാകുളം വരെ ഭൂമിയിലുണ്ടാകത്തില്ല. എറണാകുളം ജില്ലയുടെയും കുറേ ഏതാണ്ട് ആലപ്പുഴ അതിർത്തി വരെ വരുമെന്നാണ് കേട്ടിട്ടുള്ളത്. അത്രയും ദൂരം അല്ല, ആലപ്പുഴ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എവിടെ വെള്ളം പൊങ്ങിയാലും ആലപ്പുഴയ്ക്ക് ഇരിക്കപ്പെടുന്നില്ലേ. ആലപ്പുഴയുടെ ഒരു പ്രശ്നം, ആലപ്പുഴയിൽ ഒരിക്കലും ഉരുൾപൊട്ടുണ്ടാവത്തില്ല. ആലപ്പുഴ ഭൂകമ്പം ഉണ്ടാവുമെന്ന് അറിയാം, പോകത്തില്ല. പക്ഷെ ആലപ്പുഴ എവിടെ മഴ പെയ്താലും അതും വെള്ളത്തിൽ പോകും. അതാണ് ആലപ്പുഴ പ്രത്യേകിച്ച് കുട്ടനാട്, പ്രത്യേകിച്ച് വേമ്പനാട് കാര്യം നീണ്ടു കിടക്കുവാണല്ലോ, അങ്ങ് എറണാകുളം വരെ കിടക്കുവാണിത്. അപ്പോൾ ഈ വെള്ളമെല്ലാം വന്ന് ചാടുന്നത് എവിടേക്കാണ്? കായലിലേക്ക്. ഇത് അല്ലെങ്കിൽ പുഴ മാറി ഒഴുകി അങ്ങ് മറ്റേ പറവൂരിനോ അങ്ങോട്ട് അങ്ങനെ പോകണം. അപ്പോൾ ഈ ഭയാനകമായ അവസ്ഥയിൽ എവിടെ പോയി രക്ഷപ്പെടും? ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ചൂരൽമലക്കാർക്ക്, മുണ്ടക്കയംകാർക്ക് കുറേ പേര് മുകളിലേക്ക് ഓടിയിട്ട് ഈ എറണാകുളംകാർ എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? മാത്രം നിമിഷ നേരം കൊണ്ടൊക്കെ വരുന്നത് നമുക്കൊന്നും തടയാൻ കഴിയില്ലല്ലോ. എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? അപ്പം ഇതിൻ്റെ ഒരു UN റിപ്പോർട്ട് പറഞ്ഞ് 35 ലക്ഷം പേരെ ബാധിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന 1 ലക്ഷം പേര് അവിടെയും 35 ലക്ഷം മൊത്തം മരിക്കുന്നില്ലെന്ന് വെച്ചോളൂ. മൊത്തം കൂടി ഒരു 50,000 1 ലക്ഷം പേര് മരിച്ചാൽ സ്ഥിതി എന്താണ്? ഇപ്പം മുണ്ടക്കയിൽ നിന്ന് ഞാനിന്ന് 1-2 പേരോട് സംസാരിച്ചു. നമ്മുടെ മന്ത്രി ജോർജ് കുര്യനോട് രാവിലെ കുറേ നേരം സംസാരിച്ചു. അദ്ദേഹം ഭയങ്കര വികാര വിക്ഷുബ്ധനായി. അദ്ദേഹം ഭയങ്കര മാന്യനായ മനുഷ്യൻ. തുടരുകയാണല്ലോ. ഇന്നലെ അദ്ദേഹം ഡൽഹിക്ക്, കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ദൗത്യം പൂർത്തിയായി. എന്നാന്ന് വെച്ചാൽ പാലം വന്നു, എല്ലാവർക്കും കയറാറായി. മന്ത്രിയാണല്ലോ, അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് റെക്കോർഡ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തോടൊരു വേണ്ടെന്ന് പറഞ്ഞു, മുതലെടുപ്പായ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോഴും അതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ മാറിയിട്ടില്ല. സൗമ്യനായ മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മനുഷ്യൻ. കാരണം ഞാൻ ആദ്യമായിട്ട് രാജ്മോഹൻ പറയാണ്, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒരിക്കൽ എന്നെ വിളിച്ചു. മന്ത്രിയായി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം വിളിച്ചെന്നെ സംസാരിച്ചു. പിന്നെ ഞാനത് മന്ത്രിയല്ലേ, നമ്മൾ വിളിക്കുന്ന മോശം, ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല. ചുമ്മാ ഒന്ന് പരീക്ഷണാർത്ഥം ഞാനൊന്ന് വിളിച്ചു നോക്കി, അപ്പോഴേ എടുത്തു. വെളുപ്പാങ്കാലത്താകുമ്പം കുഴപ്പമില്ല, അപ്പോഴേ ഫോൺ എടുത്തിട്ട് പഴയ ജോർജ് കുര്യനെ പോലെ തന്നെ മന്ത്രിയാന്ന് ഓർക്കണം. പല മന്ത്രിമാരെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടത്തരുന്ന, പണ്ടും കിട്ടത്തില്ല ഇപ്പോഴും കിട്ടുന്ന മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ചെയ്യാൻ താല്പര്യമില്ല, ആ വൈകാരിക ക്ഷോഭത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അവിടെ കണ്ട അതിൻ്റെ അനുഭവം? അദ്ദേഹം പറഞ്ഞത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭയാനകത, നിസ്സാരത. ഒരു കഥ പറയുകയാണ്. അതായത് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, സാർ അവിടെ ഒന്ന് മാന്തണം, അവിടെ ആ സ്കൂളിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ചെളിയൊന്ന് മാന്തണം, എൻ്റെ ഭാര്യയും മക്കളോടെ കാണും. അപ്പോൾ ഇയാളോർത്തു, വളരെ നിർവികാരനായ ഒരു സംസാരം, അതിനകത്ത് വലിയ വികാരമോ ഒന്നുമില്ല. പുള്ളി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ ഈ മനുഷ്യൻ അതിനടുത്ത് വന്നിങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കിയിട്ട് അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സഹതാപം തോന്നുന്നു. പട്ടാളക്കാരോട് ചോദിച്ചു എന്തെങ്കിലും സാധ്യത, അവർ മാറ്റിപ്പോൾ ബോഡി കിട്ടിയോ. അത്രയും ഭയാനകമായ അവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിരിക്കുന്ന മനുഷ്യരുടെ നിസ്സഹാവസ്ഥ, അവിടുത്തെ വീടുകളെ, അവിടുത്തെ ജീവിതങ്ങളെ ഒക്കെ പോയി അതിന് എത്രയോ ഇരട്ടിയായിരിക്കും, ശക്തമായിരിക്കും. എവിടെയെല്ലാം അണക്കെട്ട് തകർന്നിട്ടുണ്ട് അവിടെയെല്ലാം ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് തടയാനായിട്ടുള്ള ഒരു ശ്രമമില്ല, എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ നീക്കമില്ല എന്ന ചോദ്യം പ്രസക്തം. ഇത് വളരെ വിചിത്രമാണ്. ഇപ്പം അവിടെയാണ് രാജ്മോഹൻ മുമ്പ് പറഞ്ഞ വിഷയം. നമ്മുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. NK പ്രേമേന്ദ്രൻ ജലസേന മന്ത്രിയായിരുന്നപ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാനും, അന്ന് അദ്ദേഹം വളരെ അതിനുവേണ്ടി ഒരു പോരാടി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തമിഴ്നാട്ടിൽ അന്ന് DMK സർക്കാരായിരുന്നു, എന്നിട്ടും വളരെ ശക്തമായ തൻ്റെ വാദമുഖങ്ങൾ ഉന്നയിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു.
എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ പ്രേമേന്ദ്രനാണ്. ഞാൻ സത്യം പറഞ്ഞ ഷിബു ബേബി ജോണിനോട് ഇത്തവണ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ലോക്സഭയെ മത്സരിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ ജയിക്കും. എന്താ പ്രേമേന്ദ്രനെ ഇങ്ങോട്ട് വിടുക, അടുത്ത പ്രാവശ്യം നിയമസഭയിൽ ജയിച്ചിട്ട് അയാൾ മന്ത്രിയാവട്ടെ. അതെ, അത്രയ്ക്കും മിടുക്കനായ സ്റ്റഡീഡ് നല്ല എന്തൊരു നേതാവാണ്. യഥാർത്ഥ നേതാവ് എന്ന് പറഞ്ഞത് പ്രേമേന്ദ്രനാണ്. അത് കൊല്ലംകാരുടെ ഭാഗ്യമാണ് അങ്ങനെ ഒരു മനുഷ്യനെ കിട്ടുന്നത്. എന്തൊരു സൗമ്യതയും എന്തൊരു അറിവും, എന്തൊരു നേതാവാണ്. യഥാർത്ഥ എന്താ പറഞ്ഞത് നേതാവായി ജനിച്ച ആളാണ് പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രേമചന്ദ്രൻ മാത്രമല്ല VS-ഉം മുഖ്യമന്ത്രി, തീർച്ചയായും VS-ഉം ഉമ്മൻചാണ്ടിയും കൃത്യമായ നിലപാടെടുത്തു. പക്ഷെ VS-നൊന്നും ഇല്ലാത്ത ഒരു ഗുണം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. VS-ഒക്കെ വളരെ വൈകാരികമായി കേരളത്തിന് വേണ്ടി നിൽക്കുക ചെയ്തത്. പക്ഷേ ഉമ്മൻചാണ്ടി പ്രായോഗികമായി നിന്നു. തമിഴ്നാട്ടിൽ വെള്ളവും നമുക്ക് സുരക്ഷ, അതാണ് ഏറ്റവും വലിയ മുദ്രാവാക്യം. തമിഴ്നാട്ടിൽ ജലം, കേരളത്തിന് സുരക്ഷ. ഇന്ന് ആ സംഭവത്തെ മുല്ലപ്പെരിയാർ സമരസമിതി അടക്കമുള്ളവർ എതിർത്തു. അവിടെയാണ് പറ്റിപ്പോയത്. അതെ, കാരണം ഈ അതിവൈകാരികമായി കൈകാര്യം ചെയ്യേണ്ടതൊന്നല്ലായിരുന്നു. അന്ന് സുപ്രീം കോടതി കേസ് വന്നപ്പോൾ, വിധി വരുന്നതിന് മുമ്പ് 14 വിധി വരുന്നത് തമിഴ്നാട് അനുകൂലമായിട്ട്, അന്ന് സുപ്രീം കോടതി കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ഒരു സജഷൻ വെച്ചു, ഈ പദ്ധതി കേന്ദ്രം അങ്ങ് ഏറ്റെടുക്കട്ടെ, ഈ പ്രദേശം ഏറ്റെടുത്താൽ മതി, പ്രദേശം ഏറ്റെടുക്കട്ടെ, മുല്ലപ്പെരിയാർ അണക്കെട്ട് കേന്ദ്രം ഏറ്റെടുക്കും, എന്നിട്ട് അവർ രണ്ടുപേർക്കും തൃപ്തികരമായ തീരുമാനം ഉണ്ടാക്കട്ടെ. അന്ന് കേരളം സമ്മതിച്ചില്ല. നമുക്ക് പാട്ടം കിട്ടുന്നില്ല, ഒന്നുമില്ല. ഇവർക്ക് വെള്ളം കൊടുക്കാത്ത കരാറ്. ഇവർ നമുക്ക് ഇവിടെ ഏതൊരു അണക്കെട്ടുണ്ടാക്കുന്നേക്കാളും കറണ്ട് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ എത്ര അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും തമിഴ്നാട്ടിലേക്ക്, നേരണ്ടാമിന്ന് വരെ പോകുന്നുണ്ട്. അല്ല, ഞാൻ വാസ്തവത്തിൽ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുന്നതിന് എതിരല്ല. നമ്മുടെ വെള്ളം വേസ്റ്റ് ആവുക. അതെ, നമ്മുടെ ഈ അണക്കെട്ടിലെ വെള്ളം നമ്മൾ വെറുതെ കളയുക. അത് അവർ കൃഷി ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരാണ്, ഭംഗിയായിട്ട് പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതെല്ലാം വെള്ളക്കെട്ടത്തിൽ നിന്ന് വെള്ളം കൊടുക്കാവോ അവിടെ തന്നെ കൊടുക്കണം. കാരണം അതിന് കാശ് പഠിക്കാം. അതെ, അതിനകത്ത് കുഴപ്പമില്ല, അവർ ലാഭം ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പം തമിഴ്നാട്ടുകാർക്ക് വെള്ളം അവകാശമാണ്, അത് നിഷേധിക്കരുത്. അപ്പം അവർ ഭയപ്പെടും. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇത് പൊളിച്ചു കളഞ്ഞാൽ പുതിയ അണക്കെട്ട് വന്നാൽ പുതിയ കരാറാവും. പുതിയ കരാർ വന്നാൽ ഒന്നും വലിയ റേറ്റ് കൊടുക്കേണ്ടി വരും, കറണ്ട് ഉണ്ടാവണം നിർബന്ധമില്ല. ഈ വെള്ളം തന്നെ എത്ര കാലം ഒന്നും നിർബന്ധം. ഇപ്പം ആകുമ്പോൾ ഇനി 800 വർഷം കൂടെ കിടക്കുക, 850 വർഷം കൂടെ കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് പരിഹാരം എന്ന് പറയുന്നത് കേന്ദ്രത്തെ ഏൽപ്പിച്ചിട്ട് അവർ പുതിയ അണക്കെട്ട് പണിയുക. കേരളവും തമിഴ്നാട് കാശ് കൊടുക്കട്ടെ, നമ്മൾ കൊടുക്കണ്ട. അതെ, എന്നിട്ട് ഇതിന് മേൽ നമ്മുടെ അവകാശം, നമ്മുടെ ഇപ്പോൾ സുരക്ഷ മാത്രമാണല്ലോ നമ്മൾ പറയുന്നത്. അതെ, നമുക്ക് സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പദ്ധതിയിൽ ഇത് ചെയ്യാതെ ഇതിന് പേര് കിടന്ന് ബഹളം വെച്ചിട്ടൊരു കാര്യമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം അന്നത്തെ സമരസമിതി അടക്കമുള്ളവർ ഇതിനോട് അലംഭാവം കാട്ടി. അത് മാത്രമേ പരിഹാരമുള്ളൂ. നമുക്ക് സുരക്ഷ വേണം. അന്ന് മന്ത്രിയായിരുന്നു PA ജോസഫ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബളം വെച്ച ഓർമ്മയുണ്ടല്ലോ പത്രസമ്മേളനത്തിൽ. അങ്ങനെ ഉറങ്ങാനിരുന്നും കാര്യമില്ല, അവർ ഉണർന്നിരുന്ന് തന്നെ ചെയ്യണമായിരുന്നില്ല കാര്യങ്ങൾ കൃത്യം ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. അതാണ്. അപ്പോൾ എന്നെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതൊരു വലിയ ദുരന്തമായി മാറും. നമ്മൾ ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന ആളാണ്. എനിക്കറിയത്തില്ല എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ രീതി. ദുരന്തം വരുമ്പോൾ പിന്നെ ഇന്നത്തോട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കായിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിക്കും, പത്രസമ്മേളനം നടത്തണം, മുഖ്യമന്ത്രി പറയും ഞാനിതാ കൈ പിടിച്ചിരിക്കുന്ന, എല്ലാവരും എനിക്ക് കാശ് തരണം, വേറെ ആർക്കും കൊടുക്കരുത്. പ്രതിപക്ഷം പറയും ശരി അങ്ങനെ തന്നെ, നമ്മുടെ പ്രതിപക്ഷം അങ്ങോട്ടും കൂടെ കാശ് കൊടുക്കും. അതെ, എല്ലാവരോടും കൂടി ഒരുമിച്ച് കൈ പിടിച്ച് നിൽക്കും. പക്ഷെ ദുരന്തം തടയാൻ ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് ഒരു കാര്യം തടയുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഒരു നീക്കങ്ങൾ ഇവർ നടത്തുന്നില്ല. എന്തായാലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന മഹാദുരന്തം അതെന്നുണ്ടാവും എന്ന് മാത്രം അറിയാനുള്ളൂ അല്ലേ? തീർച്ചയായും അതുണ്ടാവും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ തകർച്ച അതിസ്വാഭാവികമാണ്. ഒരു അണക്കെട്ടിനും ലോക ചരിത്രത്തിൽ എന്താ പറയുക ദീർഘകാലത്തേക്ക് പല തലമുറകളായി തുടരാൻ പറ്റത്തില്ല. അതെ, പ്രത്യേകിച്ച് 139 വർഷം മുമ്പത്തെ സാങ്കേതിക വിദ്യ അത് ഇപ്പോൾ കാലഹരണപ്പെട്ടു. അതെ, ആ പ്രകൃതിയല്ല ഇപ്പോഴത്തെ പ്രകൃതി. തീർച്ചയായും അത്തരത്തിലുള്ള സാമൂഹിക അന്തരീക്ഷമല്ല ഇപ്പോഴത്തെ അന്തരീക്ഷം. അല്ല, ഈ മോർബി അണക്കെട്ട് തകർന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഒന്ന് പറയാൻ പറ്റും, അതുകൊണ്ട് പറഞ്ഞൊക്കെ അവസാനിപ്പിക്കാം. അന്ന് ഈ മോർബി അണക്കെട്ട് തകർന്ന വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ആദ്യം സംഭവിച്ചെന്നാണ് ഇത് രക്ഷാപ്രവർത്തനം നടത്താൻ ആളില്ലാതായിപ്പോയി, എല്ലാവരും പോയി. അന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വന്നത് RSS പ്രവർത്തകരായിരുന്നു. ആണോ? അതെ, അതിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. കാരണം കലാകൗമുദി പോലെയുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു പ്രസിദ്ധീകരണം പോലെ അന്ന് അവർ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയിരുന്നു. RSS എക്കാലത്തും RSSന്റെ സേവാഭാരതി എക്കാലത്തും ഇപ്പോൾ എക്കാലത്തും ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ അവരധികം ബഹളം വയ്ക്കാതുണ്ട്. ഈ പറയുന്ന DYFIയും SDPIയും ഉടുപ്പിലെഴുതി അവർ ഓളം വെക്കുന്നുണ്ട്, പബ്ലിസിറ്റി കൊടുക്കുക. സേവാഭാരതി എക്കാലത്തും
ഏത് ദുരന്തമുണ്ടായാലും അവിടെയുണ്ട്. അവരതിൻ്റെ ഫോട്ടോ എടുക്കാനോ പബ്ലിസിറ്റി കൊടുക്കാനോ ഇല്ല, ഒന്നും ചെയ്യത്തില്ല. ആ കാര്യം നമ്മൾ അംഗീകരിച്ച എല്ലാവരും ചെയ്യുന്നുണ്ട്. പറഞ്ഞ DYFI ഒന്നും നമ്മൾ മോശമാക്കില്ല. അന്ന് അവർ മാത്രമായി പോയി. അന്ന് പിന്നെ പട്ടാളമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരങ്ങെത്തി. ഇവർ ചെന്ന് അത് ആ രക്ഷാപ്രവർത്തനം നടത്താൻ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പണ്ട് കലാമതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പോൾ എന്തായാലും ഈ മുല്ലപ്പെരിയാർ എന്നേ എത്ര ഭയാനകമായിരിക്കും ദുരന്തം എന്നത് മാത്രമേ അറിയാനുള്ളൂ. അതെ, അത് തടയാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ തമിഴ്നാടും കേരളവും ഇവരും സുഹൃത്തുക്കളാണ്. മറ്റേ 25 കോടിയാണ് CPM സംഭാവന. അതെ. അപ്പോൾ ഇവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേന്ദ്രത്തെ ഏൽപ്പിച്ചിട്ട് അവരുടെ ഉത്തരവാദിത്തത്തിൽ പുതിയ അണക്കെട്ട് പണിയുകയും തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും കേരളത്തിലെ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുന്ന ഉറപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ ഏറ്റവും ഭയാനകമായ ദുരന്തം ഉണ്ടായിരിക്കും. ആ ദുരന്തം ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ദുരന്തമുണ്ടായിരിക്കും എന്ന് ആരതിന് ഇരയാകും? ഒരു പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാവാം. അതെ, ഞാൻ ആ ഭാഗത്തോടൊക്കെ പോകുന്ന ആളാണ്. തലമുറയാകാല്ലേ, അടുത്ത തലമുറയാവാം. എന്ന് ആരെ എന്നത് മാത്രം വിഷയമുള്ളൂ. എന്നിട്ട് ചില പൊട്ടന്മാർ ചോദിക്കും, ഇതുവരെ തകർന്നില്ലല്ലോ, നീയൊക്കെ പറഞ്ഞു. അത് എന്ത് അബദ്ധമാണ് ചോദിക്കുന്നത്? ഇതുവരെ തകർന്നില്ലല്ലോ എന്നുള്ളതിന് പ്രസക്തമല്ലല്ലോ. എന്തായാലും സർക്കാരുകൾ ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി.